അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ആ പ്രസ്താവനയിൽ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി PV അൻവറിൻ്റെ പരസ്യ പ്രതികരണങ്ങൾ മാറിയെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും ഇത്തരം നിലപാടുകൾ തിരുത്തി പിന്തിരിയണമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നത്. PV അൻവർ തിരുത്തേണ്ടത് എന്താണ്? പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള പരസ്യ പ്രതികരണത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ PV അൻവർ തിരുത്തേണ്ടത് എന്താണ്? ADGP അജിത് കുമാറിനെതിരെയുള്ള ആരോപണമാണോ? പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണമാണോ? പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഘടകകക്ഷി തന്നെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഉന്നയിച്ച വിഷയമാണോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില പോലീസുകാർക്ക് ക്രിമിനൽ ബന്ധമുണ്ട് എന്ന ആരോപണമാണോ? അതിലേതാണ് തിരുത്തേണ്ടത്? ഇന്നിപ്പോൾ ഏതാണ്ടൊരു വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് കാത്തിരിക്കുകയാണ്. അവിട്ടത്തിൻ്റെ അന്ന് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നല്ലോ. സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു എന്നാണ് ബ്രേക്ക് ചെയ്തത്. പിന്നെ ആ ബ്രേക്കിംഗ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. കേരളത്തെ ബ്രേക്ക് ചെയ്യാനായിരുന്നല്ലോ ആ ബ്രേക്ക് ചെയ്ത്. സർക്കാർ ചെലവ് കണക്ക് പുറത്തു വിട്ടില്ലല്ലോ. സർക്കാരിൻ്റെ കണക്കായിരുന്നില്ലല്ലോ 75,000 രൂപ ഒരു മൃതദേഹം അടക്കം ചെയ്യാനുള്ള ചിലവായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത്. ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യാനിരിക്കുന്ന ആളുകൾ കേരളത്തെ ബ്രേക്ക് ചെയ്യുന്നവരാകരുത് എന്നൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. രണ്ടാമതിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് CPMൻ്റെ ഏതോ അനുഭാവ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അത് ഞാനിപ്പോൾ കണ്ടു 6 മിനിറ്റ് മുന്നേ. CPMൻ്റെ അനുഭാവ് ഗ്രൂപ്പിലൊന്നും ഈ പറയുന്ന പോലെ വാട്സപ്പ് ഗ്രൂപ്പൊന്നുമില്ല. അനുഭാവ് ഗ്രൂപ്പിന് വാട്സപ്പ് ഗ്രൂപ്പില്ല. ഇല്ലാത്ത ഗ്രൂപ്പിൽ ചർച്ചയുണ്ട് എന്നും ആ ചർച്ചയിൽ ആർക്കെതിരെയോ എന്തോ പറയുന്നുവെന്നും ഒക്കെ പറഞ്ഞ് വാലും തലയും ഇല്ലാതെ CPMനെ കടന്നാക്രമിക്കുന്ന വലതുപക്ഷത്തിൻ്റെ കൂടെ റിപ്പോർട്ടർ പോകുന്നതിന് നിങ്ങൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ മര്യാദകളുണ്ട്. ഞങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന വാർത്ത P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റാണെന്നാണോ താങ്കൾ കരുതുന്നത്? ഞാനല്ല, ഇപ്പതാ ഇവിടെ കേട്ടു. ഞാനിപ്പോൾ കണ്ടത് 6 മിനിറ്റ് മുന്നേ ബ്രേക്ക് ചെയ്തതായിട്ട് കണ്ടത് P ശശി, പോലീസിലെ പുഴുക്കുത്തുകളുടെ തലവൻ. എന്നിട്ടോ കണ്ണൂരിലെ CPM അനുഭാവ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച റിപ്പോർട്ടറിനെ ഞാൻ കണ്ടതിപ്പോ. നിങ്ങൾ എന്ത് ചെയ്തോളൂ. അല്ലല്ലല്ല, ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ടാ പറയുന്നത്. ഏതെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും ഞാൻ പറയട്ടെ ആരെങ്കിലും വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുന്ന കേട്ടിട്ട് CPMനെ പോലും വലിയ പാർട്ടിയെ അപമാനിക്കാനും ആക്രമിക്കാനും വലതുപക്ഷ മാധ്യമങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട്. ആ കൂടെ നിങ്ങൾ കൂടുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളെക്കുറിച്ചും നല്ല നിലപാടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ജോലി കേരള സർക്കാർ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ചിലവിന്റെ കണക്ക് പുറത്തു വിട്ടു. അധിക സമയം ചർച്ചയാണ് പറഞ്ഞത്. പൊതുസമൂഹത്തിന് മുന്നിൽ എന്താണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഒരു പിഴവുമില്ല. നിങ്ങൾ തിരുത്തിയിട്ടില്ല. എല്ലാ ബഹുമാനത്തോടും കൂടി അല്ലല്ല, അതങ്ങ് തുടങ്ങി അവസാനിപ്പിക്കട്ടെ. അല്ല, അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം ആ വിഷയത്തിൽ ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ നിലപാടെടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഫ്ലോറിൽ വന്നിരുന്ന അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണെന്നേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേ ചാനൽ ഇതേ ഫ്ലോറിൽ അങ്ങ് ചർച്ച കാണാതെ അങ്ങ് പ്രതികരിക്കരുത്. താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാവിനോടുള്ള എൻ്റെ ഒരു ബഹുമാനമാണ്. ശരിയാണ്, അതിലൊരു പിഴവ് സംഭവിച്ചു. പിഴവ് പല രീതിയിൽ സംഭവിക്കുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അല്ലല്ല, ആ പിഴവ് എങ്ങനെ പിൻവലിക്കും? തീർച്ചയായും ആ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു റിപ്പോർട്ടർ ചാനൽ. ആ ചാനൽ ബ്രേക്ക് ചെയ്തവരോട് നോക്കൂ, ആ വാർത്ത മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നത് വരെയെങ്കിലും നിലനിർത്തി എന്നത് പിഴവായി തന്നെ ഞങ്ങൾ കണക്കാക്കി. അത് ഞങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞു. ആദ്യം ആ വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞതും കേരളത്തോട് പറഞ്ഞതും ഞങ്ങൾ തന്നെയാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. ആ വിഷയമല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്. അങ്ങേക്ക് അതിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് നിൽക്കാം. അങ്ങയുടെ സമയത്ത് അങ്ങേക്ക് പറയാം. ബഹുമാനപ്പെട്ട അരുൺകുമാറിനെ പോലെ വിസ്തൃതനായ ഒരു അത് അങ്ങയുടെ സ്ഥിരം പരിപാടിയാണ്. എന്നെ പുകഴ്ത്തിയതുകൊണ്ടോ എന്നെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞതുകൊണ്ടോ എന്റെ ചാനലിലോ ഞങ്ങളോ എഡിറ്റോറിയൽ പോളിസി അങ്ങേക്ക് ചോദിക്കാനില്ല. അപ്പൊ പിണറായി വിജയനെ കുറിച്ച് എനിക്ക് പുകഴ്ത്തി കഴിയില്ലല്ലോ. അതേപോലെ
ഇല്ലില്ല, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അങ്ങ് ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്റെ ചോദ്യത്തിലേക്ക് അതെ, വരണം. ഞാൻ പറയട്ടെ, ആ ചോദ്യത്തിലേക്ക് വരണം. നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം പിൻവലിച്ചു. അല്ലല്ല, ബഹുമാനം പിൻവലിച്ചു. അതൊന്നും എനിക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. അതിങ്ങനെ നിരന്തരം ഈ ചർച്ചയിൽ ആവർത്തിക്കണമെന്നുമില്ല. എനിക്ക് അങ്ങയോടുള്ള ബഹുമാനം ചർച്ചയിൽ പറയട്ടെ. നോക്കൂ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എനിക്ക് അങ്ങയോടുള്ള ബഹുമാനവും ഈ അതിഥികളോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ അങ്ങേക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതങ്ങ് ചെയ്തു. പറഞ്ഞോളൂ. ഒരു വാചകം പറഞ്ഞാൽ അത് അവസാനിപ്പിക്കും. വാചകം ഇത്രയേ ഉള്ളൂ. സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സർക്കാരിന്റെ ചെലവ് കണക്കുണ്ടോ?